ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കണക്റ്റഡ് ഫാക്സിൻ്റെ 19-ാം പാർട്ട്. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ചോദ്യങ്ങളാണ് ചെയ്തത്. 5-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം 5. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. ഉൾപ്പെടാത്ത എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്? ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഇവിടെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ കാണുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരെണ്ണം, ബാക്കി 3ഉം ഈ ബംഗാളിലെയും, ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കോപ്പി പേസ്റ്റാണ്. നിങ്ങൾ ആ ഒരു പേജ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമുക്ക് ആ ഒരു പേജ് നോക്കി നോക്ക് നിങ്ങൾ. മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ ഇന്ത്യയുടെ വൈസ്രോയിയായി നിയമിച്ചു. അദ്ദേഹം തയ്യാറാക്കിയ മൗണ്ട് ബാറ്റൺ പദ്ധതി, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് പേരുകളാണ് 1947 ജൂൺ 3 അവതരിപ്പിച്ചതുകൊണ്ട് ജൂൺ 3 പദ്ധതി എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ ബാൽക്കൻ പ്ലാൻ എന്നറിയപ്പെടുന്നു, ഡിക്കി ബേർഡ് പ്ലാൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ മൗണ്ട് ബാറ്റൺ പദ്ധതി അറിയപ്പെടുന്ന മറ്റ് 2 പേരുകളാണ് ഡിക്കി ബേർഡ് പദ്ധതി, ബാൽക്കൻ പദ്ധതി, മറ്റൊന്ന് ജൂൺ 3 പദ്ധതി. അപ്പോൾ അതിൽ തന്നെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ്. അത് നിങ്ങളിവിടെ കണ്ടല്ലോ. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കേണ്ടതാണ്. അതും കണ്ടല്ലോ. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഹിതപരിശോധന നടത്തുന്നതാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ചെയ്തിട്ടില്ല, ഇതിൽ തന്നിട്ടില്ല. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയത്തിന് ഒരു അതിർത്തി കമ്മീഷനെ നിയമിക്കുന്നതാണ്. അത് നമ്മളിവിടെ കണ്ടല്ലോ. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇത് 3 ഉണ്ട്. ഏതില്ല? പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ് എന്നുള്ളതില്ല. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഉൾപ്പെടാത്ത പ്രസ്താവന എന്നുള്ളതാണ്. 1 മാത്രം എന്ന A ഓപ്ഷനാണ് ശരി. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റുകൾ എന്തായാലും പഠിക്കണം. കാരണം മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ്. പഞ്ചാബിനെയും ബംഗാളിനെ രണ്ടായി വിഭജിക്കുന്നതാണ്. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ ഒരു ഹിതപരിശോധന നടത്തുന്നതാണ്. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കുന്നതാണ്. ഇത് ഇത്രയും നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെയോ, കോൺഗ്രസും സർവേന്ത്യ ലീഗും ഈ പദ്ധതി അംഗീകരിച്ചു. അടുത്തൊരു പരീക്ഷയ്ക്ക് നമുക്ക് പ്രസ്താവന വന്നേക്കാം. മൗണ്ട് ബാറ്റൺ പദ്ധതി കോൺഗ്രസ് അംഗീകരിക്കുകയും ലീഗ് എതിർക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെയല്ല, ലീഗും കോൺഗ്രസും എന്ത് ചെയ്തിട്ടുണ്ട്? പദ്ധതി അംഗീകരിച്ചു എന്ന ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ആരെതിർത്തു? ഖാൻ അബ്ദുൽ ഖാഫർ ഖാനെ പോലുള്ളവർ എതിർത്തു. അത് നമുക്ക് മുമ്പ് ചോദ്യം വന്നതാണ്. ഇന്ത്യ വിഭജനത്തെ എതിർത്തു എന്ന് പറഞ്ഞ് ഖാൻ അബ്ദുൽ ഖാഫർ ഖാനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വന്നതാണ്. ഇനിയോ 1947 ജൂലൈ 18 എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയത്. ആ ഡേറ്റ് നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. LGSൻ്റെ പരീക്ഷ കടക്കം എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഡേറ്റ് 1947 ജൂലൈ 18. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അഡീഷണലായിട്ട് ആ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ഈ ഒരു സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ക്ലമൻ്റ് ആറ്റ്ലിയാണ് പ്രധാനമന്ത്രി. അതും കൂടെ ഒന്ന് ഓർക്കണം കേട്ടോ. ആറ്റ്ലിയുടെ അവസാനമുള്ള ഈ ലീ ഉണ്ടല്ലോ, അതാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി, ലേബർ പാർട്ടി. സോ ക്ലമൻ്റ് ആറ്റ്ലിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ പ്രധാനമന്ത്രി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ പാർട്ടി ലേബർ പാർട്ടി.
ആറാമത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഞാനാണ് രാഷ്ട്രം ലൂയി 11 തെറ്റ്. എനിക്ക് ശേഷം പ്രളയം ലൂയി 15 ശരി. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ മേരി ആൻറ്റോയിനെറ്റ് അതും ശരി. അത് നമുക്ക് പിന്നെ ടെക്സ്റ്റിൽ കണ്ട് പരിചയമുള്ളതാണ്. ശരിയായ ഉത്തരം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 2ഉം 3ഉമാണ് നമുക്കിവിടെ ശരി. ഓപ്ഷൻ ബി 2, 3 ശരി എന്നുള്ളത്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാ? ലൂയി 14 ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ തന്നിട്ടുള്ളതുമാണ്. പിന്നെയോ എപ്പോഴും ഈ രാഷ്ട്രത്തലവന്മാർ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോഴൊക്കെ കൈ ഉയർത്തിയിട്ടാണ് കാണിക്കുക അല്ലേ? ഒരു കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് ഇങ്ങനെ ടാറ്റ കാണിക്കുന്ന പോലെ ഇങ്ങനെ അഭിസംബോധന ചെയ്യും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് തള്ളവിരൽ വേറെ നിൽക്കുന്ന കാണാം, 4 വിരലുകൾ ഒന്നിച്ച് നിൽക്കുന്ന കാണാം. ആ 1, 4 14 ഞാനാണ് രാഷ്ട്രം എന്നത്. ഇനിയോ എനിക്ക് ശേഷം പ്രളയം ലൂയി 15 നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ മേരി ആൻറ്റോയിനെറ്റ് ആരുടെ ഭാര്യയാണ്? 16 ഭാര്യയാണ്. ലൂയി 16 ഭാര്യയാണ്. അപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ഒരു കാര്യം ഓർത്തിരിക്കാനുള്ളത്, 14 കാലത്താണ് 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊള്ളുന്നത്. നമ്മൾ ഓരോരോ ഈസ്റ്റ് ഇന്ത്യ കമ്പനികളൊക്കെ പഠിക്കാറുണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നൊക്കെ പഠിക്കാറില്ലേ? ആ കൂട്ടത്തിലൊന്നാണ് ഇത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664. ഇതിലത്തെ ആദ്യത്തത് 1, അവസാനത്തത് 4. അങ്ങനെ നോക്കിയാൽ 14 കാലത്താണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊള്ളുന്നത് എന്നൊരു ഫാക്റ്റ് കൂടി അവിടെ ഓർക്കുക. 16 ഭാര്യയാണ് മേരി ആൻറ്റോയിനെറ്റ് എന്ന് പറഞ്ഞു. ഈ മേരി ആൻറ്റോയിനെറ്റുമായി ബന്ധപ്പെട്ടതാണ് ഏത്? ഡയമണ്ട് നെക്ലേസ് വിവാദം. ഒരു ഡയമണ്ട് നെക്ലേസ് വിവാദം ഉണ്ടായിരുന്നു. ലോകത്ത് കിട്ടാവുന്ന എല്ലാവിധ രത്നക്കല്ലുകളും പതിച്ചുകൊണ്ട് ഒരു ഡയമണ്ട് നെക്ലേസ് ഉണ്ടാക്കിയിട്ട് അത് ഈ ലൂയി 16 ഭാര്യനെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പം രാജ്ഞിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് വേറെ ആളുകൾ അത് കൈക്കലാക്കി. ലാസ്റ്റ് ആ കഥ പൊളിഞ്ഞു. പക്ഷെ അത് ആരുമായി ബന്ധപ്പെട്ടതാണ്? മേരി ആൻറ്റോയിനെറ്റുമായി ബന്ധപ്പെട്ടതാണ് 16 ഭാര്യ. ലൂയി 16 കാലത്താണ് 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. അപ്പോൾ 16 കാലത്ത് ഫ്രഞ്ച് വിപ്ലവം 1789. അതിൽ നിങ്ങൾ 2-3 ഡേറ്റ് ഓർത്തിരിക്കാനുള്ളത്, 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അത് നിർബന്ധമായിട്ടും അവിടെ ഓർത്തിരിക്കണം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ജൂൺ 20 എന്നോർത്തിരിക്കണം. രണ്ടാമത്തെ ജൂലൈ 14 ഏത്? ബാസ്റ്റിൽ കോട്ടയുടെ പതനം. അപ്പോൾ നമ്മൾ ഈ ടെന്നീസൊക്കെ കളിക്കുമ്പോഴേ, ബാഡ്മിൻ്റണും ടെന്നീസും ഒക്കെ കളിക്കുമ്പോൾ 20 ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്തതിട്ട ഗെയിമാണ്. അപ്പോൾ ആ 20 എന്നുള്ളത് ഇവിടെ ഉണ്ട് അല്ലേ? ടെന്നീസ് എന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ ടെന്നീസ് 20. പിന്നെ ഈ ജൂൺ എന്നുള്ളതിൽ നമുക്ക് ആ ഒരു ജെൻ്റെ ഈ ഭാഗം കട്ട് ചെയ്താൽ TUNE, അതൊരു ടെന്നി എന്നുള്ള ആ ഒരു ലെവലിൽ ട്യൂൺ എന്ന് തോന്നുന്നില്ല അവിടെ. ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789. ജൂലൈ 14 ബാസ്റ്റിൽ കോട്ടയുടെ പതനം. ഓഗസ്റ്റ് 12 മനുഷ്യാവകാശ പ്രഖ്യാപനം ദേശീയ അസംബ്ലി പാസ്സാക്കിയത്. തുന്നൽ ടീച്ചറിൻ്റെ പരീക്ഷയിൽ ആൾറെഡി ചോദിച്ച ചോദ്യമാണ്. ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയത് എന്ന്. അപ്പോൾ ഓഗസ്റ്റ് 12. അപ്പോൾ ജൂൺ 20, ജൂലൈ 14, ഓഗസ്റ്റ് 12 ഇത്രയും ഡേറ്റ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പിന്നെയോ 1789 ഒക്ടോബർ മാസത്തിൽ 5 പാരീസ് നഗരത്തിൽ സ്ത്രീകൾ എന്ത് ചെയ്തത്? ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി മാർച്ച് നടത്തിയത് വേഴ്സായ് കൊട്ടാരത്തിലേക്ക്. അത് നിങ്ങൾ ഡേറ്റ് പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 1789 ഒക്ടോബർ മാസത്തിൽ 5 എന്ത് ചെയ്യുന്നത്? പാരീസ് നഗരത്തിൽ സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യം വിളിച്ച് മാർച്ച് നടത്തിയത്. 1792 ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നത്.
സെപ്റ്റംബർ 21 1792 എന്നുള്ള വർഷം നിർബന്ധമായിട്ടും പഠിക്കുക. എന്നിട്ടതിലെ 9-ാം മാസം സെപ്റ്റംബർ, എന്നിട്ട് ഈ 2ഉം ഈ 1ഉം എടുത്തെഴുതുക, 21. അപ്പോൾ സെപ്റ്റംബർ 21 1792 എന്ത് ചെയ്യുന്നത്, ഫ്രാൻസ് റിപ്പബ്ലിക് ആവുന്നത്. ഒക്ടോബർ 5 1789 തന്നെയാണ് സ്ത്രീകൾ സമരം നടത്തിയത്. ഓഗസ്റ്റ് 12 മനുഷ്യാവകാശ പ്രഖ്യാപനം. ജൂലൈ 14 ബാസ്റ്റിൽ കോട്ടയുടെ പതനം. ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പെനിൻസുലാർ ഇന്ത്യയിലെ നീളം കൂടിയ നദി ഏതാണ്? നർമ്മദ, കൃഷ്ണ, ഗോദാവരി, മഹാനദി. ഇത് നമുക്കറിയാം, ഉപദ്വീപീയ ഇന്ത്യയിലെ പെനിൻസുലാർ നദികളിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുള്ളത് ഗോദാവരി. ആ 3 ക്രമം ഓർക്കാൻ ഗോപാലകൃഷ്ണനെ ഓർത്തിരുന്നാൽ മതി. നമുക്ക് ഗോപാലകൃഷ്ണൻ എന്നെഴുതുമ്പോൾ അതിൽ ഗോപാലകൃഷ്ണ എന്നെഴുതിയാലും മതി. ഗോദാവരി, കൃഷ്ണ, നർമ്മദ, ഇതാണ് 1, 2, 3 സ്ഥാനങ്ങളിൽ ഉള്ളത്. ഉപദ്വീപീയ നദികളിൽ അല്ലെങ്കിൽ പെനിൻസുലാർ റിവേഴ്സിൽ ആദ്യത്തെ 3 സ്ഥാനം ഗോദാവരി, കൃഷ്ണ, മഹാനദി. 4-ാം സ്ഥാനത്താണ് ഇതിന് മുന്നേ നർമ്മദ കേട്ടോ. അപ്പോൾ ഗോപാലകൃഷ്ണ എന്നുള്ളതിൽ ഈ പറയുന്ന ഒരു ക്രമം ഓർത്താൽ ഗോദാവരി, കൃഷ്ണ, നർമ്മദ. ഇനി 4ാമത്തെ കിട്ടാൻ ഈ നർമ്മദ എന്നുള്ളതിൽ തന്നെ 4ാമത്തെ മഹാനദി നിങ്ങൾക്ക് അവിടെ തന്നെ ഓർത്തിരിക്കാൻ പറ്റും കേട്ടോ. 3ാമത്തെ കിട്ടുമ്പോൾ ഗോപാലകൃഷ്ണ എന്നുള്ളതിൽ 3 എണ്ണം കിട്ടൂലേ, ഗോദാവരി, കൃഷ്ണ, നർമ്മദ. നർമ്മ എന്നുള്ളതിൽ തന്നെ പിന്നെ അവസാനം 4ാമത്തെ മഹാനദി. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പോഷക നദികളും കൂടെ ഒന്ന് നോക്കാം. ഇതിൻ്റെ നീളം ഞാനിവിടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. എന്നാലും എന്ത് ചെയ്യുക, വലുപ്പത്തിൽ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അങ്ങനെ ഗോപാലകൃഷ്ണ ഓർത്തിരുന്നാൽ മതി. മഹാനദിയുടെ പ്രധാനപ്പെട്ട 2 പോഷക നദിയാണ് ഇബ്, ടൽ. നമുക്ക് മഹാനദിയുടെ എപ്പോഴും PSC ചോദിക്കാറുള്ള 3 എണ്ണമാണ്. 1 ഷിയോനാദ്, 2 ഇബ്, 3 ടെൽ. അപ്പം ഇവിടെ ഇത് ചേർത്ത് ഷിറ്റ് എന്ന് വായിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ഷിയോനാദ്, ഇബ്, ടെൽ. മഹാനടൻ്റെ ഒരു ഡയലോഗാണ് ഏത്, ഷിറ്റ് എന്ന ആ ഒരു പ്രയോഗം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുരേഷ് ഗോപി, മഹാനടൻ എന്നുള്ളത് ഓർക്കുക, ഷിറ്റ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന ഷിയോനാദ്, ഇബ്, ടെൽ. അപ്പം മഹാനദിയുടെ പോഷകനദികൾ കിട്ടും. ഗോദാവരിയുടെ 2 എണ്ണം കൊടുത്തിട്ടുള്ളത് ഇന്ദ്രാവതി, ശബരി. അത് പിന്നെ നിങ്ങൾക്ക് ഈ ഇന്ദ്രൻ എന്നുള്ളത് ഗോഡിൻ്റെ പേരല്ലേ, ശബരിനാഥ്, ശബരിമല, അതും നമുക്കെന്താണ്, ഗോഡുമായി ബന്ധപ്പെട്ട തന്നെ. അപ്പോൾ ഗോദാവരിയുമായി ബന്ധപ്പെട്ട 2 എണ്ണത്തിലും ഇന്ദ്രാവതി, ശബരി 2ഉം ഗോഡുമായി ബന്ധപ്പെട്ട പേരാണ്. ഇന്ദ്രൻ എന്നും ശബരിനാഥ് എന്നുള്ളതും അങ്ങനെ തന്നെ വായിക്കാം. കൃഷ്ണ, ഭീമ, 3 എണ്ണം ഓർത്തിരിക്കാനുള്ളത്. എന്നും ചോദിക്കുന്നത് തുംഗഭദ്ര, ഭീമ, കൊയ്ന. അത് കൂട്ടി വായിച്ചാൽ മതി. തുംഗഭദ്ര, ഭീമ, കൊയ്ന. തുമ്പിക്കോ എന്ന് വായിച്ചാൽ മതി. കൃഷ്ണ, തുമ്പിക്കോ എന്ന് ചേർത്ത് വായിച്ചാൽ മതി. അപ്പോൾ കൃഷ്ണ, തുമ്പിക്കോ, തുംഗഭദ്ര, ഭീമ, കൊയ്ന. കാവേരി നമുക്ക് കബനി, ഭവാനി, പാമ്പാറുവിനെ നമുക്ക് നോർമലി അറിയുന്നതാണ്. കൂട്ടത്തിൽ അമരാവതി ഒന്ന് ഓർത്തിരിക്കുക. കാവേരി എന്നും ചോദിക്കാറുള്ളതാണ്, അമരാവതി ഏതിൻ്റെ പോഷക നദിയാണ് എന്നുള്ളത്. കാവേരി നദിയാണ് എന്നോർത്തിരിക്കുക. നർമ്മദ, ഹിരൺ, ബെഞ്ചൻ.
നമ്മൾ സാധാരണ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മുടെയൊക്കെ ബെഞ്ചിലുള്ളൊരു ഹീറോ ഉണ്ടാവും. അതായത് ചോദ്യം ചോദിച്ചാൽ അടിക്ക് കൂട്ടിനുണ്ടാവും, പുറത്താക്കാനാണെങ്കിൽ അതിനും ഉണ്ടാവും, എല്ലാറ്റിനും മുന്നിലുണ്ടാവും. അപ്പം നമ്മുടെ ബെഞ്ചിലെ ഹീറോ ആണ് എന്നോർത്താൽ നമ്മുടെ നർമ്മദ, ബെഞ്ചിലെ ബെഞ്ചൻ, ഹീറോ ആണ് ഹിരൺ. ഇങ്ങനെ നർമ്മദയുടെ 2 പോഷക നദി ഓർത്തിരിക്കാം. താപ്തി, താപ്തിയുടെ പോഷക നദികൾ ആനർ, ഗിർന, പൂർണ്ണ. ഈ പൂർണ്ണ എന്നുള്ള പേരിൽ ഗോദാവരിക്കും ഒരു പോഷക നദിയുണ്ട്, താപ്തിക്കും പോഷക നദിയുണ്ട്. അപ്പോൾ ഇത് കൂട്ടിയങ്ങ് വായിച്ചാൽ മതി. താപ്തി, ആനർ, പൂർണ്ണ, ഗിർന. താപ്പാനയുടെ പുറത്താണ് ഗിരി. താപ്പാന, താപ്തി, ആനർ. പുറത്താണ് പൂർണ്ണ, ഗിരി, ഗിർന. അപ്പോൾ ഇത്രയും പോഷക നദികളും കൂടെ പറഞ്ഞല്ലോ. മഹാനടൻ്റെ ഷിറ്റ്, ഗോഡിൻ്റെ നെയ്യുമാണ് ഇന്ദ്രനും ശബരിനാഥും. കൃഷ്ണ തുമ്പിക്കോ, കാവേരി അമരാവതി. നമ്മുടെ ബെഞ്ചിലെ ഹീറോ ആണ്, താപ്പാനയുടെ പുറത്താണ് ഗിരി. സോ അടുത്ത ചോദ്യം, പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? പാരീസ്, ലണ്ടൻ, ന്യൂയോർക്ക്, ഗ്രീൻവിച്ച്. ഇവിടെ നമുക്ക് ചോദിച്ചത് നഗരമാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ സ്കൂളിലത്തെ ടെക്സ്റ്റ് ബുക്കാണെങ്കിലും ഒക്കെ വായിക്കുന്ന സമയത്ത് 0 ഡിഗ്രി രേഖാംശ രേഖ എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നതാണ്, കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആളുകളുടെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് നഗരത്തിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് ഏത് തന്നിട്ടുണ്ട് നമുക്ക്? ഗ്രീൻവിച്ച് എന്ന് തന്നിട്ടുണ്ട്. ഗ്രീൻവിച്ച് എന്ന സ്ഥലത്തെ വായനശാല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല, വായനശാലയല്ല വാനനിരീക്ഷണശാലയാണ് കേട്ടോ, ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കൂടി കണ്ടോ. അപ്പോൾ 0 ഡിഗ്രി രേഖാംശ രേഖ എന്നറിയപ്പെടുന്നതാണ് ഗ്രീനിച്ച് രേഖ. പ്രൈം മെറിഡിയൻ എന്ന് അറിയപ്പെടുന്നു ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടെ, അതായത് റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണ ശാല. അപ്പം ഗ്രീനിച്ച് എന്നതാണ് അവിടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അഡീഷണൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ 0 ഡിഗ്രി രേഖാംശ രേഖ, പ്രൈം മെറിഡിയൻ, 24 സമയമേഖലകൾ, 1 മണിക്കൂർ വീതം വ്യത്യാസമുള്ള എത്ര സമയമേഖലയുണ്ട്? 24 സമയമേഖലകളായി തിരിച്ചിരിക്കുന്നു. ഇനി ഒരു അഡീഷണൽ നിങ്ങൾക്കൊരു കാര്യം പഠിക്കേണ്ടത്, ഈ ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ എത്ര, ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്ന ഭൂഖണ്ഡങ്ങൾ എത്ര. ഗ്രീനിച്ച് എന്ന് പറയുന്ന ഈ രേഖ ഇങ്ങനെ കയറി വരുമ്പോൾ നേരെ ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ചിലേക്കല്ലേ, ഈ ചുവപ്പ് കളറിലുള്ളതാണ് ഇത് UK. പിന്നെ അവിടുന്ന്, അപ്പോൾ UK എന്ന് പറയുമ്പോൾ നമുക്കവിടെ യൂറോപ്പിലേക്ക് കയറി അല്ലേ, അപ്പോൾ യൂറോപ്പിലേക്ക് കയറി ശേഷം ഇങ്ങനെ വന്ന് നമ്മൾ ഈ നീല ഫ്രാൻസാണ്, ഇവിടെ ഇത് സ്പെയിനാണ്, പിന്നെ നേരെ ആഫ്രിക്ക ഭൂഖണ്ഡത്തിലേക്ക് കടന്നു കണ്ടോ, അൾജീരിയ. അത് കഴിഞ്ഞ് നമ്മൾ മാലി, ബുർക്കിന ഫസോ, ടോഗോ, ഗാന. അപ്പോൾ ഇത്രയും 8 രാജ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ 8 രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് പഠിക്കുക എന്നൊക്കെ. നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ ആൾറെഡി പഠിച്ചൊരു ഫാക്റ്റ് ഉണ്ടാവുമല്ലോ, അതിൽ നമുക്ക് കണക്ട് ചെയ്യാം. അതിന് മുന്നേ ഇതിങ്ങനെ പോയിട്ട് എന്തായാലും ധ്രുവപ്രദേശത്ത് എത്തുമല്ലോ താഴെ അല്ലേ. അപ്പോൾ അവിടെ ഏത് ഭൂഖണ്ഡം കൂടെ വരും? അന്റാർട്ടിക്കയും കൂടെ വരൂലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്രീനിച്ച് രേഖ എത്ര ഭൂഖണ്ഡങ്ങളിലൂടെ കടന്നു പോകുന്നു? യൂറോപ്പ്, ആഫ്രിക്ക, അന്റാർട്ടിക്ക. ഇത് 3 എണ്ണമാണ് അവിടെ ഓർത്തിരിക്കാനുള്ളത്.
രാജ്യങ്ങളാണെങ്കിൽ നമുക്കിവിടെ എത്ര കണ്ടു? 8 രാജ്യങ്ങൾ. അപ്പുറത്ത് നിങ്ങൾക്ക് 1 2 3 4 5 6 7 8 രാജ്യങ്ങളും കണ്ടു. ആ 8 രാജ്യങ്ങളെ നിങ്ങൾ പഠിച്ച ഒരു ഫാക്റ്റായിട്ട് ഞാൻ കണക്ട് ചെയ്ത് തരാം. നിങ്ങൾക്കറിയാം, പോർച്ചുഗീസുകാർ ഇവിടെ വന്ന സമയത്ത് വൈസ്രോയിമാരുണ്ടായിരുന്നല്ലോ. അൽമേഡ, അൽബുക്കർക്ക്, ഗാമ, വാസ്കോഡ ഗാമ, ഇങ്ങനെ 3 വൈസ്രോയിമാരെയൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ? ആ കൂട്ടത്തിൽ അൽബുക്കർക്കിനെ ഞാൻ ആദ്യം എടുക്കുന്നു. അൽബുക്കർക്ക് അതിൽ ഇത്ര എടുത്തിട്ട് പിന്നെ ആരെടുക്കുന്നു? ഗാമേനെടുക്കുന്നു. ഇവരൊക്കെ എന്തിനു വന്നതാണ്? നമുക്ക് ആദ്യം വരുമ്പോൾ തന്നെ അറിയാം, വാസ്കോഡ ഗാമയൊക്കെ ഇവിടെ വന്ന തന്നെ എന്തിനു വേണ്ടിയിട്ടാ? അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞത് തന്നെ എന്തിനാ? പറഞ്ഞയച്ചതിന് എന്തിനാ? ഇവിടുന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ അൽബുക്കർക്ക് എന്നുള്ളതിൽ അൾജീരിയ കണ്ടോ? അൽ എന്നുള്ളതിൽ അൾജീരിയ. ആദ്യം രാജ്യം ഒന്ന് മനസ്സിലേക്ക് കയറ്റുക, പിന്നെ എളുപ്പമാണ്. ബുക്ക് എന്നുള്ളതിൽ ബുർക്കിന ഫസോ. അൽബുക്കർക്ക് എന്നുള്ള ആ പേരിൽ അൾജീരിയ, ബുക്ക് എന്നുള്ളത് ബുർക്കിന ഫസോ. ഒപ്പം നിങ്ങൾക്ക് അതിൽ തന്നെ ഈ UK എന്നും കാണുന്നില്ലേ? അപ്പോൾ അതിൽ തന്നെ 3 രാജ്യയിലെ അൾജീരിയ, ബുർക്കിന ഫസോ, അതിൽ തന്നെ UK 3 എണ്ണം. ഇനിയോ ഇവിടെ നമ്മൾ ഗാന കണ്ടു, ഗാന. പിന്നെയോ ഇവിടെ മാലി കണ്ടു, മാലി. അപ്പോൾ അൽബുക്കർക്കും ഗാമയും ചേരുമ്പോൾ തന്നെ 5 രാജ്യയിലെ അൾജീരിയ, ബുർക്കിന ഫസോ, UK, ഗാന, മാലി. ഇത് നമ്മുടെ മാലിദ്വീപല്ല, മാലി എന്ന് പറയുന്ന ആഫ്രിക്കയിലെ രാജ്യമാണ് കേട്ടോ. ഇനിയോ ഇവരൊക്കെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് എന്തിനാ? ടു ഗോ. ടു ഗോ എന്ന് വായിച്ചു നോക്ക്. ടോഗോ എന്നുള്ള രാജ്യം കിട്ടിയില്ലേ? ടു ഗോ ഫോർ സ്പൈസസ്. സ്പൈസസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്? ഫോർ ഫ്രാൻസ്. കണ്ടോ? ഫോർ ഫ്രാൻസ്. എന്തിനാ? സ്പൈസസ്. സ്പെയിൻ. സോ ഞാൻ പുതുതായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാവുന്ന അൽബുക്കർക്കും ഗാമയുമൊക്കെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് സ്പൈസസ് കൊണ്ടുപോകാനാണ് എന്നുള്ളത് മാത്രം ഓർത്താൽ തന്നെ അൾജീരിയ, ബുക്കർക്ക്, അൾജീരിയ, ബുർക്കിന ഫസോ, UK, ഗാന, മാലി, ടോഗോ, ഫ്രാൻസ്, സ്പെയിൻ. 8 രാജ്യങ്ങളുമായല്ലോ. 3 ഭൂഖണ്ഡങ്ങളിലൂടെ കടന്നു പോകുന്നു. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത പേജുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്